ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ വീണ്ടും വരുവോ? പല മതഗ്രന്ഥങ്ങളിലും ദൈവത്തിന്റെ അവതാരങ്ങളെക്കുറിച്ചും പുനർജന്മങ്ങളെക്കുറിച്ചുമെല്ലാം വ്യത്യസ്തമായ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതുപോലെ ഈശോ വന്നില്ല എന്നും വരുന്നതേ ഉള്ളൂ എന്നുമൊക്കെ വാദിക്കുന്ന പല പഠനങ്ങളും ചർച്ചകളുമെല്ലാം നാം പലയിടത്തു നിന്നും കേൾക്കുന്നുമുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇതിന് കൃത്യമായി ഒരു ഉത്തരം പറയാനായിട്ട് പറ്റുമോ? ഫെയ്ത്ത് ടിപ്സിന്റെ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ഈശോ വീണ്ടും വരുവോ? തീർച്ചയായും വരുമെന്ന് ഒറ്റ വാക്കിൽ ഉറപ്പിച്ചു പറയാം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വാസ പ്രമാണത്തിൽ ഈശോയുടെ ഈ രണ്ടാം വരവ് നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. കൂടാതെ വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുടെ പഠനങ്ങളുമെല്ലാം ഈ ഉറപ്പിന് കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഉത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായി ശിഷ്യന്മാരോട് ഈശോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈശോ തന്നെ നേരിട്ട് ശിഷ്യരോട് പറയുകയാണ്, ഞാൻ വീണ്ടും വരുമെന്ന്. എന്ന് വെച്ചാൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം നടക്കുമെന്നും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നും ഈ തിരുവചനം നമുക്ക് സൂചന തരുന്നുണ്ട്. അതായത് ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത് വീണ്ടും വന്ന് ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഇടയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആരാധനാക്രമത്തിൽ കർത്താവെ വീണ്ടും വന്നാലും എന്ന ആഗ്രഹത്തോടെ മാറാനാത്ത എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നാം അനുഭവിക്കുന്നത് ഈശോയുടെ ഈ രണ്ടാമത്തെ ആഗമനത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ്. നമ്മെ വിധിക്കാൻ വരുന്ന ക്രിസ്തു തന്നെയാണ് ഓരോ അൾത്താരയിലും നമുക്ക് വേണ്ടി സന്നിഹിതനായിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഓരോ തവണയും ഈശോ എഴുന്നള്ളി വരുമ്പോൾ തന്റെ രണ്ടാമത്തെ വരവിൽ താൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യമാണ് അവിടുന്ന് നൽകുന്നത്. അതുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് വീണ്ടും വരും എന്ന വിശ്വാസം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.